വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ വ്യാപാരം നടത്തുന്ന പുഞ്ചവയൽ പുലിക്കുന്ന് പ്രദേശങ്ങളിലെ ചെറുകിട കച്ചവടക്കാർക്ക് ലൈസൻസ് നിഷേധിക്കുന്ന മുണ്ടക്കയം പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി CPIM കഴിഞ്ഞ നാൾ വരെ കൃത്യമായി ലൈസൻസ് പുതുക്കി നൽകിയിരുന്ന സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ ലൈസൻസ് നൽകില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തീരുമാനം സാധാരണക്കാരായ വ്യാപാരികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്തതിനാൽ പല കടയുടമകളുടെയും ബാങ്ക് ലോൺ അപേക്ഷകൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബാങ്ക് വായ്പകളെ ആശ്രയിക്കുന്ന കച്ചവടക്കാർക്ക് പഞ്ചായത്തിന്റെ ഈ നിലപാട് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പുഞ്ചവയൽ പുലിക്കുന്ന് പ്രദേശങ്ങളിലെ വീടുകൾക്ക് ഇനി മുതൽ UA നമ്പർ നൽകില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത് എന്നും ആക്ഷേപമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് കച്ചവടം ചെയ്തും വീട് വെച്ചും ജീവിക്കാനുള്ള മൗലികാവകാശത്തെ നിഷേധിക്കുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടെന്ന് CPIM കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് ലൈസൻസ് നൽകാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് CPIM ലോക്കൽ സെക്രട്ടറി PK പ്രദീപ് ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി കച്ചവടം നടത്തി വന്നിരുന്ന പുലിക്കുന്നിലെയും പുഞ്ചവയലിലെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ലൈസൻസ് നൽകുന്ന സാഹചര്യമില്ല. വ്യാപാര സ്ഥാപനങ്ങൾ വർഷങ്ങളുടെ പഴക്കമാണ് പുഞ്ചവയലിലും പുലിക്കുന്ന് പ്രദേശത്തുമുള്ളത്. ഇന്നലെ വരെ കഴിഞ്ഞ വർഷം വരെ പഞ്ചായത്ത് ലൈസൻസ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് നൽകുന്ന സാഹചര്യമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അവർ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ലോണുകളും മറ്റും വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ബാങ്കിൽ ചെല്ലുമ്പോൾ കടയ്ക്ക് ലൈസൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ലോണ് നൽകാൻ ബാങ്കുകാർ തടസ്സം പറയുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പാവപ്പെട്ട സാധാരണപ്പെട്ടവർ മാത്രം കഴിയുന്ന പുലിക്കുന്ന് പോലെയുള്ള പുഞ്ചവയൽ പോലെയുള്ള പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകാത്ത സാഹചര്യമാണുള്ളത്. ഇത് അടിയന്തരമായി പഞ്ചായത്ത് പരിഹരിക്കപ്പെടണം. അതുമാത്രമല്ല, പതിറ്റാണ്ടുകളായി UA നമ്പറാണ് അവിടുത്തെ വീടുകൾക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് UA നമ്പർ നൽകുന്നില്ല എന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആ പ്രദേശത്തെ സാധാരണപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതൊരു രാഷ്ട്രീയമായുള്ള വിയോജിപ്പിൻ്റെ പേരിലോ മറ്റോ ആണെന്ന് വരുത്തി തീർക്കാൻ ഇനിയൊരു കൗണ്ടർ ആയിട്ടൊരു പ്രസ്താവന കൂടി വരും. പക്ഷെ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളതല്ല. ആ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കുവാനും കച്ചവടം ചെയ്യുവാനും പുരകൾ വെച്ച് താമസിക്കുവാനുമുള്ള അവരുടെ അവകാശത്തെ, അവിടുത്തെ ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇത് അടിയന്തരമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പരിഹരിക്കപ്പെടുന്ന സാഹചര്യമില്ലെങ്കിൽ വലിയ ജനകീയ പ്രതിഷേധത്തിന് CPIM നേതൃത്വം നൽകും എന്നാണ് പറയുവാനുള്ളത്. പ്രദേശവാസികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്ത പക്ഷം പാർട്ടി നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തി അതിശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPIM നേതാക്കൾ അറിയിച്ചു.